നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. സാത്താൻ സേവ എന്ന വാക്ക് സിനിമകളിലും നോവലുകളിലുമല്ലാതെ മലയാളികൾക്ക് സുപരിചിതമാകുന്നത് നന്ദൻകോട് കൂട്ടക്കൊലയോടെയാണ്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സാത്താൻ സേവ വളരെ സജീവമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് സാത്താൻ സേവ വർദ്ധിക്കുന്നുണ്ടെന്ന് നന്ദൻകോട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ആ കേസിൻ്റെ ഒച്ചപ്പാട് അവസാനിച്ചതോടെ പിന്നീടാരും സാത്താൻ സേവ സംഘങ്ങൾക്ക് പിന്നാലെ പോയില്ല. കൊടും ക്രൂരത നിറഞ്ഞ ആഭിചാര ക്രിയകൾ വരെ അരങ്ങേറുന്ന സാത്താൻ ആരാധന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പ്രധാനമായും നഗരങ്ങളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് സാത്താൻ ആരാധന നടക്കുന്നുവെന്നാണ് വിവരം. സമൂഹത്തിലെ ഉന്നത നിലയിലുള്ളവർ പലരുമാണ് ഇത്തരം സംഘങ്ങളിലെ അംഗങ്ങളെന്നതാണ് ഞെട്ടിക്കുന്നത്. സാത്താൻ സേവയിലൂടെ ശത്രുക്കളിൽ നിന്ന് രക്ഷയും ഒപ്പം സമ്പാദ്യം കുമിഞ്ഞുകൂടുമെന്ന വിശ്വാസത്തിലും ഇത്തരം സംഘങ്ങളിൽ അംഗങ്ങളാകുന്നവരിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഭയാനകവും വിചിത്രവുമാണ് ഇവരുടെ രീതികൾ. വിദേശികളടക്കം പങ്കെടുക്കുന്ന ഇത്തരം സാത്താൻ സേവകൾ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയകളാണ്. അതീന്ദ്രിയ ശക്തി ലഭിക്കുമെന്നും സമ്പത്ത് ലഭിക്കുമെന്നും ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുമുള്ള ധാരണകളിലാണ് പലരും ഇത്തരം സംഘങ്ങളുടെ ഭാഗമാകുന്നത്. സാത്താൻ സേവകർ ഇതിനായി ഞെട്ടിക്കുന്ന ആഭിചാര ക്രിയകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. 13 ഇത്തരക്കാരുടെ ഇഷ്ടനം. സാത്താൻ സേവകൾക്കായി കേരളത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. സാത്താൻ സേവയിൽ ആരാധന മൂത്തവരാണ് പലപ്പോഴും ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നത്. കൊടും ക്രൂരത നിറഞ്ഞ ആഭിചാര ക്രിയകളും പരസ്യമായ ലൈംഗിക വീഴ്ചയും സാത്താൻ ആരാധനയ്ക്ക് ഒടുവിൽ നടക്കാറുണ്ട്. ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഗ്രൂപ്പുകൾ ഇരയുടെ മനസ്സിൽ കൂടുവെക്കുന്നത്. നല്ല സാമൂഹിക കുടുംബ ബന്ധങ്ങൾ ഉള്ളവർ പോലും ഗ്രൂപ്പിൽ പെടുന്നതോടെ സാമൂഹ്യ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഒറ്റപ്പെട്ട തുരത്തുകളാകുന്നു. ഇതിനിടെ ഗ്രൂപ്പുകൾ വൻതുക കൈക്കലാക്കി സാമ്പത്തിക ചൂഷണം ആരംഭിക്കും. ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ കൈക്കലാക്കുന്നതായാണ് വിവരം.